സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കെട്ടിങ്ങൽ ബീച്ചിലാണ്. അപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, നമ്മൾ കടലിലേക്ക് ഉപേക്ഷിച്ച ഒരുപാട് സാധനങ്ങൾ ഇപ്രാവശ്യം കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ്. പക്ഷെ എനിക്ക് എന്താ ഇത് കാണിക്കാൻ തോന്നി വെച്ചാൽ നമ്മളൊരു സാധനം ഉണ്ട്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എപ്പോൾ വന്നാലും കടൽക്കരയിൽ കാണുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം ഒന്നുമില്ല. അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ആ സാധനം എന്തുകൊണ്ട് ഇല്ല, പിന്നെ അതിന് നല്ല അത്യാവശ്യം വിലയും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ തിരഞ്ഞ് നടന്ന് കിട്ടിയൊരു മുതലാണിത്. ഇതാണ് ഞാൻ അപ്പോൾ നോക്കി, അങ്ങനെ ഇവിടെ നോക്കിയാൽ വലുതൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറുത് കിട്ടി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളെ എന്താ പറയുക, നല്ല സർബത്തുകളൊക്കെ കുടിക്കുന്നതാണ്. ഇതാണ് തിലോൻ്റെ കുപ്പി. ഇതാണ് ഇതുപോലുള്ള ഒരുപാട് കുപ്പികൾ ഇവിടെ വന്നാൽ എപ്പോഴും കാണാൻ പറ്റും. അത് കാണാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ മുനിസിപ്പാലിറ്റികളാണ്. അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ നിക്ഷേപിച്ചു. പിന്നെ അതുപോലെ ഈ കുപ്പിക്ക് മാർക്കറ്റിൽ വില ഉണ്ട്. ഒരു കുപ്പിക്ക് 1 രൂപ 2 രൂപ കിട്ടുന്നുണ്ട്. അതായത് കിലോ കണക്കിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായത് ഈ സാധനം റയറായി മാറിയത്. കാരണം ഇതിപ്പോൾ കാണില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറേ വേസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ പറയും ഇതിൽ ആ കുപ്പി ഇനി ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ ഇവിടുന്ന് പെറുക്കിക്കൊണ്ടേണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വേസ്റ്റ് കാണാനും ആ ഒരു കുപ്പി ഇല്ലാത്തൊരു സംഭവം കാണാനുമാണ്. അപ്പോൾ എന്തായാലും എല്ലാം നമ്മൾ കേരളത്തിലെ മിക്ക മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും എല്ലാം ഈ ഒരു സംഭവം ഏറ്റെടുത്ത്, അതായത് ഈ കുപ്പി ഇടാനുള്ള ഒരു ഡബ്ബകൾ എല്ലാ ടൗണുകളിലും ചെയ്തതിൻ്റെ ഗുണമായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സംഭവം ഇനിയിപ്പോൾ മറ്റുള്ള വേസ്റ്റുകളും കൂടി നിക്ഷേപിക്കാനുള്ള ഒരു സംഭവം കൂടി നമ്മളെ സർക്കാർ തരികയാണെങ്കിൽ അടിപൊളിയാവും. ഞാനിപ്പോൾ കാണിക്കുന്നത് കാണില്ല, ഇത് കണ്ടു നോക്കി നിങ്ങൾ. ഈ കാണുന്ന സംഭവത്തിൽ ഇതല്ല, നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിൽ വളരെ റയറാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ തിരഞ്ഞു നോക്കി എനിക്ക് ആ ചെറിയ കുപ്പിയെ കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഈ കാണുന്നത് ഫുള്ള് കടൽ പുറന്തള്ളിയ വേസ്റ്റുകളാണ്. ഇത് നോക്കി, ഏറ്റവും കൂടുതലുള്ള ചെരുപ്പുകളാണ്. അതായത് നമ്മൾ ഒഴിവാക്കുന്ന ഈ ചെരുപ്പുകളും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ വേസ്റ്റ് ഡബ്ബകൾ വെച്ച് അതിലേക്ക് നിക്ഷേപിക്കണം. കാരണം ചെരുപ്പുകളും റീസൈക്കിൾ ചെയ്യാൻ പറ്റുമല്ലോ, പ്ലാസ്റ്റിക് റബ്ബർ ഉൽപ്പന്നങ്ങളല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ. മരങ്ങളൊക്കെ അവിടെ വന്ന് അടിച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം കുറവാണ്. ആവുന്നേ ഉള്ളൂ. എന്തായാലും ഇനിയും വരാൻ ഒരുപാട്. കാരണം ഇത്രയും വേസ്റ്റുകൾ ഇതൊക്കെ ലാസ്റ്റ് പെറുക്കല. ചെരുപ്പൊക്കെ ഒന്നിച്ച് വന്നിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ പെറുക്കി കൂട്ടലാണ് എല്ലാ പ്രാവശ്യവും. ഇതുണ്ടോ, അതുപോലെ ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ് ഇതുണ്ടോ, ഹെൽമെറ്റൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഒരുപാട് വേസ്റ്റുകൾ. ഇതുണ്ടോ, ഇതിൽ കാണാത്ത ഒന്നേ ഉള്ളൂ, നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് പുറന്തള്ളുന്ന ഒരു സാധനമായിരുന്നു പ്ലാസ്റ്റിക്. ആ ബോട്ടിൽ കുടിവെള്ളമായിട്ടും അതുപോലെ സർബത്തുകളായിട്ടും മറ്റുള്ള നല്ല മധുര പാനീയങ്ങളായിട്ടും ഒരുപാട് സംഭവങ്ങൾ വന്നിന്. ആ ബോട്ടിലൊന്നും ഒരൊറ്റൊന്നും നമ്മുടെ ഈ കടപ്പുറത്ത് കാണാൻ പറ്റില്ല. ഇല്ല, ബിയറിൻ്റെ കുപ്പി അതേപോലെ മറ്റുള്ള സാധനങ്ങളുടെ ഐറ്റംസുകളുടെ കുപ്പികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ കുപ്പിക്കൊന്നും വിലയില്ല. പക്ഷേ ഇതാ നമ്മുടെ ആ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരൊറ്റൊന്നുമില്ല. ഒന്ന് വെച്ചാൽ അതിന് നല്ല കഥ. ഇവിടെ ഒന്നേ കണ്ടുള്ളൂ, അത് ചെറുതൊന്ന്. ഇതുണ്ടോ, കണ്ടമാനം വേസ്റ്റുകളുണ്ടെങ്കിലും ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കാണാനില്ല എന്നുള്ളത് അത്ഭുതം തന്നെ കേട്ടോ. ഇതൊക്കെ മീൻണ്ടാ ഉണ്ടാ ചെറുതായിട്ടുള്ളൂ അല്ലേ? ആർക്കെങ്കിലും ഇതിട്ടീനാ, മറ്റേ നമ്മളെ തിരതിട്ടീന്നാ പോയ രാവിലെ ഉണ്ടായിരുന്നേ വലുതുണ്ടേനാ? ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് വലവീശക്കാരെ കണ്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും രണ്ടാൾ വീശാൻ സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അവരെ വീശലൊന്ന് കാണാം. എല്ലാ പ്രാവശ്യവും നമ്മൾ വീഡിയോ ഇടുന്നതാണല്ലോ. നോക്കി നിന്നിട്ട് യെസ്, ഇന്റർനാഷണൽ ലെവലിൽ വല ചെയ്തിട്ടാണ്. അടിപൊളി. ഇതെന്താണെന്ന് അറിയുമോ? ഇത് തോണീൻ്റെ ഉള്ളിലെ കള്ളിയാണ്. വലിയ ഫൈബറിൻ്റെ ഉള്ളിലെ ആ ഒരു ഭാഗമാണ്.
ഇതൊക്കെ പൊളിഞ്ഞു വന്ന പഴയ തോണികൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ മരക്കഷ്ണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യമൊക്കെ വിട്ട പോലെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നത് വേസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചെരുപ്പും അതേപോലെ തേങ്ങൻ്റെ വേസ്റ്റുകളുണ്ട്. നമ്മളെ ചകിരി പോട്ടെ നോക്കാം, അത് നമുക്ക് മണ്ണിലിട്ടാലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ മണ്ണിൽ ലയിച്ചു പോകണം തന്നെ. പക്ഷെ ചെരുപ്പുകൾ കണ്ടമാനുണ്ട്. അതും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേയൊക്കെ പ്ലാസ്റ്റിക്കിന് നമ്മളെ കടലിൽ നിന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം പകുതി സംഭവം കടലിൽ ഇങ്ങോട്ട് തള്ളിയിട്ടുള്ളൂ. പകുതി കടലിൽ ഉള്ളിലും ഉണ്ടാവും, അടിയിലേക്കൊക്കെ പോയതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. അതൊക്കെ എന്താ പറയുക, നമ്മളെ മീനുകൾക്കൊക്കെ ഒരുപാട് ബാധിക്കും. ഇതുണ്ടോ ഇവിടുന്ന് കിട്ടിയൊരു സാധനം കേട്ടത്, ഹിന്ദുക്കളുടെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ ആണ്. അതേപോലെ വെള്ളത്തിൽ വന്നപ്പോൾ ഞാനത് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോവാം, അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുള്ള് വേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ വിറകിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നെടുത്തോണ്ടി, കാരണം ഈ ചകിരിൻ്റെ ഇതുണ്ട് നമ്മളെ തേങ്ങൻ്റെ അതിൻ്റെ അത് സംഭവം ഇഷ്ടംപോലെ തൊണ്ട് എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. ആ തൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇവിടുന്ന് പെറുക്കി കൂട്ടിയാൽ 1-2 ലോഡൊന്നുമല്ല, അതിലും മേലെ കിട്ടും. കാരണം ഈ കാണുന്നതൊക്കെ പകുതി മുക്കാലും തൊണ്ടുകളാണ്. ഇതുണ്ടോ ഈ ബീച്ച് ഇത്രത്തോളം മോശമായി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളൂ, എല്ലാവരും എടുത്ത് കൊണ്ടുപോകും. കാരണം ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ പെറുക്കലാവും, ഇനിയിപ്പോൾ നടക്കില്ല. കാരണം മഴ ഒന്ന് മാറി ഒന്ന് ഉണങ്ങിയിട്ട് കിട്ടുമ്പോഴത്തിന് ഇതിങ്ങനെ കൂട്ടിയിട്ട് തുടങ്ങും. അപ്പോൾ വിറക് തീരെ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം. ആർക്കും കൊണ്ടുപോകാം ഇവിടുന്ന്, ഇത് ഒരാളെ മുതലൊന്നുമല്ല, ആർക്കും ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം അത് കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയിടുന്നല്ലേ, അല്ലാതെ ഒരാളും വിൽപ്പനയും കാര്യങ്ങളോ അതൊന്നും ഇല്ല, ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കൊണ്ടുപോകാം, അദ്ദേഹം അധ്വാനിച്ച് സെറ്റാക്കി കൂട്ടിയിട്ടല്ലേ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് വേർത്ത് കൊണ്ടേക്കോളി. കാരണം ഒരുപാട് തൊണ്ടുകളുണ്ട്, ചില്ലറൊന്നുമല്ല, കണ്ടമാനം തൊണ്ടുകളുണ്ട്. എന്തൊക്കെ അങ്ങനെ കത്തിച്ച് പോകാൻ പറ്റും. പിന്നെ ചെരുപ്പുകൾ അതെന്തായാലും ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന് കൂടും. എത്ര പോലെന്ന് അറിയാം, നോക്കിയാണ് ഫുൾ ഇത്തിരി ചെരുപ്പ് നോക്കിയാണ് നിങ്ങൾ, എത്ര ചെരുപ്പുകളാണ്. ഹൂഫ് പിന്നെ ഇത് ജോഡിയില്ല, ജോഡി ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഇത് ജോഡി ഉണ്ടാവില്ല, ജോഡിയൊക്കെ എവിടെയെങ്കിലൊക്കെ ആവും, വേറെ ഏതെങ്കിലും കടപ്പുറത്ത് പൊന്തിണ്ടാവും ജോഡി. ഒറ്റൊന്നേ കിട്ടുള്ളൂ, കിട്ടുകയാണെങ്കിൽ റയറായിട്ട് ചിലപ്പോൾ 2 കിട്ടും. ഓഹോ ഇത് കണ്ടില്ല നിങ്ങൾ, മൊത്തത്തിൽ ഇത് അപ്പുറത്തും ഉണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കടൽ തീരമുള്ള ജില്ലകളിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. കാരണം തിരമാല കൊടുന്ന് കയറ്റിയിടുന്നതാണ്, കടലിൽ പൊങ്ങി കിടക്കുന്ന സംഭവം ആയതുകൊണ്ട്. താന്നതാണെങ്കിൽ കടലിലേക്കാണ് താന്നു പോകുന്നത്, അത് പൊങ്ങി കിടക്കുന്ന സംഭവം ആയതുകൊണ്ട് എന്തായാലും കരയിലേക്ക് എത്തിക്കും. വേണ്ട ഇനിയൊരു കാര്യം, എന്തൊക്കെ താന്നു പോയിണ്ടാവും അല്ലേ കടലിൽ. എത്രത്തോളം സ്വർണം ആളുകൾ പോയതൊക്കെ കടലിലുണ്ടാവും. നമ്മൾ പണ്ട് കോഴിക്കോട് ബീച്ചിൽ കണ്ട് സ്വർണ്ണം ഇങ്ങനെ കയറി വരുന്നത് കടപ്പുറം ഭാഗത്തുനിന്ന്. അന്ന് ഇതേപോലെ ആളുകൾ എടുക്കാനൊക്കെ പെറുക്കാനൊക്കെ പോയത് പൈസകൾ, അതൊക്കെ ഈ സമയത്ത് കാണും. നമുക്ക് ഇറങ്ങി തിരിച്ച് ഇവിടുന്ന് ഒന്നും കാണില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കുറവല്ലേ, ഇവിടുന്ന് സ്വർണം പോയവരൊക്കെ ഉണ്ടാവും. പക്ഷേ തിരഞ്ഞാൽ കിട്ടും, ഇപ്പം മണ്ണിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ. ഇപ്പോൾ തീരം വളരെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ നമ്മളെ എല്ലാ പ്രാവശ്യവും ഞാൻ വീഡിയോ ഇടാറുണ്ട് നമ്മളെ ബീച്ചിൻ്റെ അവസ്ഥകൾ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ, ഷെയറൊക്കെ ചെയ്യുക. കാരണം ഒരുപാട് ദിവസമായി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ യൂട്യൂബ് തുടങ്ങിയത് തന്നെ ഞാൻ ഈ ഒരു ബീച്ചിൽ വെച്ചിട്ടാണ്. ഈ ഒരു വേസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വേസ്റ്റ് കണ്ടോളി, എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വേസ്റ്റുകൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഓക്കെ ബൈ ട്ടാ, സെറ്റ്.